ബാലികയെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ്. കോഴിക്കോട് 7 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതികളെ കോടതി ശിക്ഷിച്ചത്. പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും രണ്ടാനമ്മ റംല ബീഗത്തെയും വെറുതെ വിട്ട കോഴിക്കോട് സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകൾ അതിഥി 2013 കൊല്ലപ്പെട്ടത്. പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയൊടുക്കണം. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. ഇരുവരും ചേർന്ന് കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 6 വയസ്സുകാരിയെ പട്ടിണിക്കിട്ടും ശാരീരികമായി പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാലക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഒന്നാം പ്രതിയായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അവരുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പശ്ചാത്തലത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബാലികയെ കൊലപ്പെടുത്തിയ കേസാണ്, നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതക കേസാണ്. ആ കേസിലാണ് അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത്. അവരുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിക്കോട് 7 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റംല ബീഗം, രണ്ടാനമ്മ. ഈ 2 പേരെയും നേരത്തെ വെറുതെ വിട്ടിരുന്നു കോഴിക്കോട് സെഷൻസ് കോടതി. ആ കോടതിയുടെ ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകളായിട്ടുള്ള അതിഥി, ഓർക്കുക, 2013 കൊല്ലപ്പെട്ടത്. ആ കേസിൽ പ്രതികൾ ഇനി 2 ലക്ഷം രൂപ വീതം പിഴയൊടുക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. ഇരുവരും ചേർന്ന് കുട്ടിയെ പക്ഷേ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 6 വയസ്സുകാരിയെ, ഓർക്കുക, പട്ടിണിക്കിട്ട് ശാരീരികമായി പീഡിപ്പിച്ചൊക്കെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാലക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. നിരവധി തവണ മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തുകയും ഈശ്വര പ്രാർത്ഥനയെക്കുറിച്ച് മഹത്വവൽക്കരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ആ വ്യക്തിയാണ് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി നമ്മൾക്ക് പോകേണ്ടതുണ്ട്. അത് എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിലെ GCD